ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി കുറേ യൂണിറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾ നോക്കുക. അതുപോലെ തന്നെ കേരള പാഠാവലി ഇട്ടിട്ടുണ്ട്, ബാക്കി സബ്ജക്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റും ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താണ്? കളിയല്ല കളി. അപ്പോൾ ഇവിടെ ഒരു കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ചിത്രമാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. മാഷ് ഒരു അടിയങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിന് പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ചു ഗോളായി. ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചല്ലോ. അപ്പോൾ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ? എല്ലാവരും പറയണേ. അപ്പോൾ മക്കളുടെ ഒരു കളി അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കുക കേട്ടോ. അപ്പോൾ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചെറിയൊരു അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെട്ടാലോ? ടോമോയിലെ കായികമേള. മറ്റെന്തിനുമെന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരപൂർവത. ഇതര എലിമെൻ്ററി സ്കൂളിലേതിനു തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. വടംവലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻവായിലൂടെയുള്ള ഓട്ടമെടുക്കാം. മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മക്കൾ ചിത്രത്തിൽ കണ്ടില്ലേ? ഇതാ മീന് 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ മീനിൻ്റെ വായിലൂടെ ഇറങ്ങി വാൽഭാഗത്ത് കൂടെ പുറത്തേക്ക് ഇറങ്ങണം. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേയ് ഹോ എന്ന ആർപ്പ് വിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കിച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമാണെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാംവിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവെപ്പിലും 1-ലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാൻ്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തി.
അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി. ഏതാനും വാര പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ. പറ്റിയില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ. ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ. രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. മൂന്നാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ. ടോട്ടോച്ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥയിലെ ഒരു ഭാഗമാണ്. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് അൻവർ അലിയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള കളികളെക്കുറിച്ചും അതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് കുറിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത് എന്നൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. എന്തെല്ലാമാണ്? മറ്റ് എലിമെൻ്ററി സ്കൂളുകളിൽ നടക്കാറുള്ള 2 മത്സരങ്ങൾ മാത്രമേ ടോമോയിലെ സ്കൂളിൽ നടക്കാറുള്ളൂ. വടംവലിയും 3 കാലിലോട്ടവും. ബാക്കി കായിക ഇനങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായതാണ്. ആദ്യത്തേത് മീൻ വായിലോട്ടമാണ്. മീനിൻ്റെ ആകൃതിയിലുള്ള കുഴലിലൂടെയുള്ള ഓട്ടമാണിത്. മറ്റൊന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന റിലേ മത്സരമാണ്. ഇതും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. പടവുകൾ കയറിയിറങ്ങിയാണ് ഓരോ കുട്ടികളും ഇത് പൂർത്തിയാക്കേണ്ടത്. അടുത്ത പ്രവർത്തനം ടോമോയിലെ രീതികളാണ്. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. വിപുലവും സൂക്ഷ്മവുമായ സാമഗ്രികൾ ഒന്നും തന്നെ ഇല്ലാത്ത കായിക ഇനങ്ങളായിരുന്നു മാസ്റ്റർ കണ്ടുപിടിച്ചത്. സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങളായിരുന്നു ഇവയെല്ലാം. ഉദാഹരണമായി മീൻ വായിലോട്ടം. അന്നത്തെ കാലത്ത് സുലഭമായ മീൻ എടുപ്പുകളായിരുന്നു ഈ മത്സരത്തിൽ ഉപയോഗിച്ചിരുന്നത്. വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത യാസ്വാക്കിച്ചാനെ പോലുള്ള കുട്ടികൾക്കായിരുന്നു ആ മത്സരത്തിൻ്റെ നിയന്ത്രണ ചുമതല കൊബായാഷി മാസ്റ്റർ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാനായില്ലല്ലോ എന്ന സങ്കടം കുട്ടികൾക്കുണ്ടായിരുന്നില്ല. റിലേ ഓട്ടത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും മാസ്റ്റർ പങ്കെടുപ്പിക്കുമായിരുന്നു. ഇത്തരത്തിൽ ഓരോ കുട്ടികളെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള നടന്നിരുന്നത്. അടുത്ത പ്രവർത്തനമാണ് രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലൂടെ പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ കണ്ണും നട്ട് എന്നുള്ളിടത്ത് അടിവരയിട്ട് കൊടുക്കുക. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ. അപ്പോൾ വെള്ളം കുടിച്ചത് തന്നെ എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. കലങ്ങി മറിയുന്ന എന്ന വാക്കിന് അടിവരയിട്ട് കൊടുക്കുക.
പിന്നെയോ മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തിറങ്ങുകയായി. അപ്പം നിങ്ങൾക്ക് നട്ടം തിരിയുമ്പോൾ എന്നിടത്ത് അണ്ടർലൈൻ ചെയ്തു കൊടുക്കാം. അടുത്ത പ്രവർത്തനം ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു, അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റ് പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. ഒന്നാമത്തേത് മറ്റെന്തിനും, മറ്റ് പ്ലസ് എന്തിനും. 3 കാലിലോട്ടം, 3 പ്ലസ് കാലിൽ പ്ലസ് ഓട്ടം. മത്സ്യാകൃതി, മത്സ്യം പ്ലസ് ആകൃതി. മീൻ വായിലോട്ടം, മീന് വായിലൂടെ ഓട്ടം. പിണഞ്ഞെന്ന്, പിണഞ്ഞു പ്ലസ് എന്ന്. അസാധാരണമാം വിധം, അസാധാരണം പ്ലസ് ആവും പ്ലസ് വിധം. ഇതുപോലെ മക്കൾ കൂടുതൽ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തണം കേട്ടോ. അടുത്ത പ്രവർത്തനം മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന കായികമേളകളും മറ്റ് പല കളികളും എന്താണ്? മത്സരങ്ങളാണല്ലേ. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതൊരു അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്റർ ഇടാം കേട്ടോ.